ഹായ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ മാത്സ് മാത്സിൻ്റെ പരീക്ഷ കഴിഞ്ഞിരുന്നു അല്ലേ? എല്ലാവർക്കും പഠിച്ച് പറഞ്ഞതുപോലെ അവസാന ടൈമിൽ നമ്മളൊരു വീഡിയോ സമയം കിട്ടിയില്ല. അവസാന ടൈം കുറേ നാളായിട്ട് വീഡിയോസൊന്നും ചെയ്തിരുന്നില്ല. അവസാന ടൈമിലൊരു 2 ദിവസത്തെ വീഡിയോ കൊണ്ട് കുറേ പേർക്കൊക്കെ ഉപകാരം ഉണ്ടായി എന്നിട്ട് മെസ്സേജ് കണ്ടു. സെക്കൻഡ് സെമസ്റ്റർ വീഡിയോ CO സാർ എന്നാണ് പറയുന്നത് കേട്ടു. അപ്പോൾ എനിക്ക് കുറച്ച് സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ നെറ്റിനും ഇഷ്യൂ, ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് നെറ്റ് അപ്ലോഡ് ആവുന്നില്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് പറയുകയാണേ. സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസും നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ എടുക്കുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നം. ഞാൻ യൂട്യൂബ് അങ്ങനെ കറക്റ്റായിട്ട് എഡിറ്റൊന്നും ചെയ്യാറില്ല, ചുമ്മാ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് മാത്സിൻ്റെ കുറേ വീഡിയോസ് നോക്കിയപ്പോൾ ഒരു പയ്യൻ ഇപ്പോൾ മെസ്സേജ് എന്നെ വിളിച്ചിരുന്നു, സാറ് വീഡിയോ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് 35-40 പ്ലേ ലിസ്റ്റ് ഉണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് മാത്സിൻ്റെ. അപ്പോൾ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ പ്ലേ ലിസ്റ്റ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ടോട്ടൽ 5 പ്ലേ ലിസ്റ്റേ ഉള്ളൂ. ഒന്ന് CABMൻ്റെ മാത്സ്, പിന്നെ 2015 സ്കീമിൻ്റെ S1ൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാവും, 2015 സ്കീമിൻ്റെ S2ൻ്റെ പ്ലേ ലിസ്റ്റ് ഉണ്ടാവും, അതുപോലെ 21 സ്കീമിൻ്റെ പ്ലേ ലിസ്റ്റും 21 സ്കീമിൻ്റെ S1 S2 അങ്ങനെ ടോട്ടൽ 5 പ്ലേ ലിസ്റ്റ് ഇപ്പോൾ നിലവിലുള്ളൂ. ബാക്കി എല്ലാം ഡിലീറ്റ് കളഞ്ഞ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. ഞാൻ എന്തൊക്കെ പഠിക്കേണ്ടതെന്ന് പറയാം. അതായത് 2015 സ്കീമിലെ സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, 2015 സ്കീമിലെ S2 മറ്റന്നാൾ പരീക്ഷയാണ്. അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഉള്ള കാര്യങ്ങൾ നന്നായി പഠിക്കുക. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ട ടോപ്പിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് എവിടെയൊക്കെ കിടക്കുന്നതെന്ന് പറയുകയാണ്. അതായത് നമ്മൾ വെക്റ്ററാണ് ആദ്യം പഠിക്കേണ്ടത്. വെക്ടർസ് പഠിക്കുന്നതിനൊക്കെ മുമ്പ് വെക്റ്റർ പഠിക്കാൻ എളുപ്പമായതുകൊണ്ടാണ്. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ സ്കോർ ചെയ്യും. അതിൻ്റെ വീഡിയോസ് കിടക്കുന്നത് വെക്റ്റർ കഴിഞ്ഞാൽ പിന്നെ മെട്രിക്സ് ആണ്. ഈ വെക്റ്റർ മെട്രിക്സും 2021 സ്കീമിലെ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ചിട്ടുണ്ടെന്നുള്ളൂ. നമ്മളിപ്പോൾ കുറച്ചാലും പ്രശ്നമൊന്നുമില്ല. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, ആ 2021 സ്കീമിൻ്റെ വീഡിയോ നോക്കുക. അതായത് ഞാൻ ഇങ്ങനെ പ്ലേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, S2 മാത്സ് എന്ന് പറഞ്ഞ് പ്ലേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റിൽ 2021 റിവിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2015 ആൾക്കാരും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്ലേ ലിസ്റ്റിൽ കയറുക. ഇതിൻ്റെ പോളിടെക്നിക് മാത്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ എൻ്റെ ചാനലിൽ പോയിട്ട് ഈ ഒരു പ്ലേ ലിസ്റ്റ് നിങ്ങൾ പോവുക. S2 മാത്സ് എന്ന് പറയുന്ന 2021 റിവിഷൻ്റെ ആദ്യത്തെ വീഡിയോ വെക്റ്ററാണ്. ആദ്യത്തെ 5 വീഡിയോ ഉണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. വെക്റ്ററിൻ്റെയാണ്. ആ 5 വീഡിയോസ് കണ്ടു കഴിഞ്ഞ് ഞാൻ ഉറപ്പ് തരുന്നു, കോൺഫിഡൻ്റ് ആയിട്ട് ഉറപ്പ് തരുന്നു, മാർക്ക് അതിൽ പറയുന്ന മാർക്കിംഗ് സ്കീമൊക്കെ നിങ്ങളൊന്നും കേൾക്കണ്ട, അതിനെക്കുറിച്ച് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അതിൽ പറയുന്ന കണ്ടൻറ്റ് നിങ്ങൾ പഠിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ പറയുന്ന കണ്ടൻറ്റിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ 5 വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുന്നു, കോൺഫിഡൻ്റ് ആയിട്ട് ഉറപ്പ് പറയുന്നു, നിങ്ങൾ ആ 5 വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വേർഡ് ഞാൻ പറയുന്നില്ല, 2 മാർക്കിൻ്റെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ഒരു 2 മാർക്ക് കിട്ടും. പിന്നെ പാർട്ട് ബിയിൽ 2 6 മാർക്ക് കിട്ടും. ശ്രദ്ധിച്ചോളേ, വേണ്ട ഞാൻ 2 ഞാൻ പറഞ്ഞ സാറ് കൊളാക്കണ്ട, ഒരു 6 മാർക്ക് കിട്ടും. ഓക്കെ, പാർട്ട് ബിയിൽ ഒരു 6 മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ പാർട്ട് സിയിൽ ഒരു 15 മാർക്കും കിട്ടും. പാർട്ട് സിയിൽ 15 മാർക്ക്. ഇനി 15 വേണ്ട, 10 മതി. നമുക്ക് അതിലൊരു ബൈനോമിയൽ എക്സ്പാൻഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, 10 കിട്ടും. അപ്പോൾ ഏകദേശം 16-17 മാർക്ക് വെക്റ്റർ എന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 5 വീഡിയോ ചെറിയ വീഡിയോസാണ്. ആദ്യത്തെ 5 വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് 17 മാർക്ക് കിട്ടും. അതിന് ശേഷമുള്ള, അതായത് 2021 റിവിഷനാണ് കാണേണ്ടത് കേട്ടോ. അതിന് ശേഷം 2021 റിവിഷനിൽ തന്നെ മെട്രിക്സ് കാണാം. അതായത് 6ാമത്തെ വീഡിയോ മുതലാണ്, 6 മുതൽ 10 തോന്നുന്നു, 4-5 വീഡിയോസ് ഉണ്ട്. അത് അത്രയും കണ്ട മെട്രിക്സ് കാണാം. മനസ്സിലായോ? ആ മെട്രിക്സ് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണം. അതിന് ശേഷം മെട്രിക്സ് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ഒരു 1 വേർഡ് കിട്ടും, 2 2 മാർക്ക് കിട്ടും കേട്ടോ. ശ്രദ്ധിച്ചോളണേ. ഡിറ്റർമിനൻ്റ് മെട്രിക്സ് ഉണ്ട്. അതായത് 6 മാർക്കിൻ്റെ ഒരു 2 മാർക്ക് കിട്ടും, പിന്നെ 6 മാർക്കിൻ്റെ 2 എണ്ണം കിട്ടും. ഓക്കെ, 2 എണ്ണം കിട്ടും, പിന്നെ 15 മാർക്ക് കിട്ടും. അതിൽ 15 കിട്ടും. അത്രയും വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കിയൊക്കെ 15 6 21 21 6 27 29 മാർക്കായേ. 29 17 കേട്ടോ. നമ്മൾ നോക്കിയൊക്കെ 27 17 ആകുമ്പോൾ ഏകദേശം 30 46 മാർക്കിനോളായി അല്ലേ? 30
+10 47 മാർക്കുകൾ 46 മാർക്കുകൾ അത് വെച്ച് നിർത്തരുതേ. ഓക്കെ, എന്നിട്ട് അതിൽ തന്നെ ഇൻ്റഗ്രേഷന് 2 വീഡിയോസും ചെയ്തിട്ടുണ്ട്, അധികം ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞ്. അതിനുശേഷം ഇൻ്റഗ്രേഷൻ എന്നുള്ള ടോപ്പിക്കിൽ 2 വീഡിയോ, അതായത് ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേഷനാണ്, ഏരിയ കാണുന്ന ഒരു പ്രോബ്ലമാണ് കേട്ടോ, അതൊന്നും കാണാം. അതിലുള്ള കാര്യങ്ങളാണ്, ചെറിയ 2 വീഡിയോസാണ്. അതിലുള്ളത് മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെ എന്തെങ്കിലും എഴുതിക്കാനാണ്, ചുമ്മാ ബൈഹാർട്ട് ചെയ്യാത്തത് എന്തെങ്കിലും എഴുതിക്കുക. അതിലെ ഡിഫറൻഷ്യലിക്കേഷനും ചെറിയ ഒരു വീഡിയോ ഉള്ളൂ, അതിലെ ഡിഫറൻഷ്യലിക്കേഷനും കാണാം. അപ്പോൾ ഒരു സെറ്റായിട്ടുണ്ടോ, ഏകദേശം ഒരു 10 മാർക്കോ ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വെക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ഇത്രയും കഴിയുമെന്ന് എനിക്കറിയില്ല. ഇത്രയും കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ 21 റിവിഷൻ കഴിഞ്ഞതിന് ശേഷം 2015 റിവിഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു 5 വീഡിയോ, ചെറിയ വീഡിയോസാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ, ശ്രദ്ധിച്ചോളെ. 2015 റിവിഷനിൽ S2 മാത്സ് ഉണ്ട്, S2 മാത്സ് 2015 റിവിഷൻ. അതിൽ പോയിട്ട് ആദ്യത്തെ ചെറിയൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിൻ്റെ ഉള്ളിലുള്ളൂ, അതൊരു വീഡിയോസ് കൂടി കാണാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു ടോപ്പിക്, അതായത് എന്താ പറയുക, ഏരിയ ഓഫ് എ സർക്കിൾ പ്രൂവ് ചെയ്യുന്ന ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏരിയ ഓഫ് എ സർക്കിളും അതുപോലെ വോളിയം ഓഫ് ദ സ്പിയറും ഉണ്ട്. അതിൻ്റെ പ്രൂഫ് ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നാളെ അത്, ഇന്ന് തീരെ വയ്യ, അതുകൊണ്ടാണ് നാളെ അത് വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം. ഞാനൊരു ഏരിയ ഓഫ് എ സർക്കിൾ ഇന്ന് നമ്മൾ ഇതേപോലെ S1 മാത്സിലെ സൈനക്സിൻ്റെയും കോസസിൻ്റെയും വീഡിയോ ചുമ്മാ ചെയ്തതാണ്. അത് 2 ചോദിച്ചു കേട്ടോ, 6 മാർക്കിന് 2 ചോദിച്ചു. അപ്പോൾ അതൊന്ന് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഏരിയ ഓഫ് എ സർക്കിളിൻ്റെ ഒരു പ്രൂഫുണ്ട്, വോളിയം ഓഫ് എ സ്പിയറിൻ്റെ പ്രൂഫുണ്ട്. അത് ചുമ്മാ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക, കാണാപ്പാടം പഠിക്കട്ടെ, എഴുതി പഠിച്ചോളൂ. അത് രണ്ടും എങ്ങനെയെങ്കിലും കാണാപ്പാടം പഠിച്ചോളൂ. ചിലപ്പോൾ അത് ചോദിക്കാറുണ്ട്, എപ്പോഴും 6 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ, മനസ്സിലായത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ദയവായി ചെയ്യുക. എനിക്കിപ്പോൾ ഇനി വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നെറ്റും ഇല്ല, പിന്നെ തീരെ വയ്യ. ഇനി നാളെ ഞാനത് മറ്റേ ഏരിയ ഓഫ് സർക്കിളും വോളിയം ഓഫ് സ്പിയറും നാളെ ഞാൻ ചെയ്തുതരാം. അതെങ്ങനെയായാലും കാണാപ്പാടം പഠിക്കാം, കേട്ടല്ലോ. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. അതിൽ മാത്സിൽ മെട്രിക്സിൽ സോൾവ് ദ ഇക്വേഷൻ ബൈ ക്രാമേഴ്സ് റൂളാണ് 6 മാർക്കിന് ചോദിക്കാറ്. പിന്നെ മെട്രിക്സിൻ്റെ 1/x + 1/y എന്നുള്ള ക്വസ്റ്റൻ എല്ലാം അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു ഐഡിയ വെച്ചിട്ട് പഠിക്കുക, ദയവ് ചെയ്ത് പഠിക്കുക. എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് വിഷമമുണ്ട്, സോറി കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എന്താ പറയുക, നന്നായിട്ട് എക്സാം നല്ല എളുപ്പമായി മാറട്ടെ. എന്തായാലും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, വേറെ ഒന്നും വിചാരിക്കരുത്. എന്തായാലും ഇപ്രാവശ്യം കിട്ടാൻ വേണ്ടി നോക്കുക. കുറേ വർഷമായില്ലേ, 2015 സ്കീമല്ലേ, അപ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? താങ്ക് യു, എല്ലാവിധ ആശംസകളും. ബൈ.